നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഭാഷയും നാടും ഒന്നും പരിചിതമല്ലാത്ത നാട്ടിലേക്ക് ജോലി തേടി പോകുന്ന പ്രവാസികൾ, ഇവരുടെ പ്രധാന ലക്ഷ്യം എന്തെന്നതാണെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനുള്ള വക കണ്ടെത്തുക, സമ്പാദ്യം ഉണ്ടാക്കുക എന്നതൊക്കെയാണ്. എന്നാൽ ഇതേ കാരണങ്ങൾ പലപ്പോഴും പലർക്കും പണി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് ഏജൻസി വഴിയും അല്ലാതെയും ഒക്കെ പ്രവാസികളായി എത്തുന്നവർ സ്ഥലമോ ഭാഷയോ അവർക്ക് അത്ര വശമല്ല എന്ന് മനസ്സിലാക്കുന്നതോടെ ഇവരെ മുതലെടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു പറ്റം ആളുകൾ വിദേശത്തുണ്ട്. തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞാൽ പോലും പിന്നെ എന്ത് ചെയ്യണമെന്ന് ഇത്തരക്കാർക്ക് അറിയാറില്ല എന്നതാണ് വാസ്തവം. അത്തരക്കാർക്കുള്ളതാണ് ഈ വീഡിയോ. UAE-യിൽ കാലതാമസം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ശമ്പളക്കുറവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ശമ്പളമൊക്കെ ലഭിക്കാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അവർക്കുള്ള പ്രശ്ന പരിഹാരത്തിനുള്ള അവസരമാണ് ഇപ്പോൾ UAE-യിലെ അധികൃതർ വ്യക്തമാക്കി വരുന്നത്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി MOHRE അല്ലെങ്കിൽ ദുബായ് പോലീസ് എന്നിവ വഴി തൊഴിൽ പരാതികൾ ഫയൽ ചെയ്യാൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് UAE-യിലെ അധികൃതർ. ശമ്പളം ലഭിക്കാത്തതോ വൈകിയതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന UAE-യിലെ ഒരു ജീവനക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ തൊഴിലുടമ പ്രശ്നം പരിഹരിച്ചു നൽകുന്നില്ല എങ്കിൽ ഒരു തൊഴിൽ പരാതി ഫയൽ ചെയ്തതുകൊണ്ട് കാര്യങ്ങൾക്ക് ഒരു തുടക്കമാകും എന്നും അത് അധികൃതരെ കൃത്യമായി അറിയിക്കണമെന്നുമാണ് ഇവരുടെ നിർദ്ദേശം. തൊഴിലുടമകൾ നിശ്ചിത തീയതിയിൽ വേതനം നൽകാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യുന്നതിൽ അവർ പരാജയപ്പെടുന്നത് UAE തൊഴിൽ നിയമലംഘനത്തിന്റെ ഭാഗമായി വരും എന്നതാണ് പ്രത്യേകമായി ഓർക്കേണ്ടതും ഓർമ്മപ്പെടുത്തേണ്ടതും. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അഥവാ മൊഹറി ആണ് ഇതിനുള്ള പരാതികളൊക്കെ സ്വീകരിക്കുന്നത്. തൊഴിലുടമ കൃത്യസമയത്ത് വേതനം നൽകാത്തതിനെ കുറിച്ച് ജീവനക്കാർക്ക് മൊഹറി വഴി രഹസ്യ പരാതി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പരാതിക്കാരന്റെ ഐഡന്റിറ്റി തൊഴിലുടമയ്ക്ക് യാതൊരു തരത്തിലും വെളിപ്പെടുത്തുന്നതല്ല എന്ന് ഇവർ ഉറപ്പു നൽകുന്നുണ്ട്. ഇത് ജീവനക്കാരന് തീർച്ചയായിട്ടും സ്വകാര്യതയും സംരക്ഷണവും നൽകുന്നതാണ്. അതല്ല എങ്കിൽ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ദുബായ് പോലീസിൽ നേരിട്ട് പരാതി നൽകുക എന്നുള്ളതാണ്. ഇനി എപ്പോഴാണ് ശമ്പളം ലഭിക്കുക എന്നതിനെ കുറിച്ച് പറയാം. അതായത് UAE-യിൽ തൊഴിൽ നിയമം അനുസരിച്ച് തൊഴിൽ കരാറിൽ വ്യക്തമാക്കിയിരിക്കുന്ന വേതന കാലയളവ് അവസാനിച്ചതിന് ശേഷമുള്ള മാസത്തിലെ ആദ്യ ദിവസം മുതൽ ജീവനക്കാരന്റെ വേതനം കുടിശ്ശികയായി മാറും. കരാറിൽ വേതന കാലയളവ് പരാമർശിച്ചിട്ടില്ല എങ്കിൽ ജീവനക്കാരന് മാസത്തിലൊരിക്കലെങ്കിലും ശമ്പളം നൽകണമെന്നതാണ് അവിടുത്തെ നിയമം. കരാറിൽ കുറഞ്ഞ കാലയളവ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് ശേഷം 15 ദിവസത്തിനുള്ളിൽ ശമ്പളം നൽകിയില്ലെങ്കിൽ തൊഴിലുടമകളുടെ വീഴ്ചയായി ഇതിനെ കണക്കാക്കുമെന്നാണ് നിയമം പറയുന്നത്. 2022-ലെ മന്ത്രിതല പ്രമേയം നമ്പർ 43 പ്രകാരം വേതന സംരക്ഷണ സംവിധാനവുമായി ബന്ധപ്പെട്ട് കൃത്യസമയത്ത് ശമ്പളം നൽകുന്നതിൽ പരാജയപ്പെടുന്ന കമ്പനികൾക്കെതിരെ ഭരണപ്പിഴകൾ, അതുപോലെ തന്നെ പുതിയ വർക്ക് പെർമിറ്റ് നൽകുന്നത് നിർത്തിവെക്കൽ, കൂടുതൽ നടപടികൾ എന്നിങ്ങനെ തുടങ്ങി നിരവധി ശക്തമായിട്ടുള്ള നടപടി കൈക്കൊള്ളാനുള്ള അധികാരം അവിടെയുള്ള അധികാരികൾക്കുണ്ട്. തൊഴിലാളികൾക്ക് വേതന സംരക്ഷണ സംവിധാനം അഥവാ WPS വഴിയാണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു നൽകുന്നത്. UAE-യിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾ പിഴകൾ ഒഴിവാക്കാൻ വേതന സംരക്ഷണ സംവിധാനം വഴി ശമ്പളം നൽകണം എന്നതാണ് നിയമം. മൊഹറിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ തൊഴിലുടമകളും VPS സബ്സ്ക്രൈബ് ചെയ്യുകയും UAE സെൻട്രൽ ബാങ്കിന്റെ മേൽനോട്ടത്തിൽ അംഗീകൃത ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ വഴി വേതന പേയ്മെന്റുകൾ പ്രോസസ് ചെയ്യണം എന്നതാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ജോലി ചെയ്തിട്ട് പണം ലഭിക്കാത്തവരാണെങ്കിൽ ഇത്തരത്തിൽ എന്തായാലും നിയമങ്ങൾ നിങ്ങളുടെ ഒപ്പമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് UAE ഭരണകൂടം.